വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എല്ലാവർക്കും അറിയാം. ബിജു സോപാനും SP ശ്രീകുമാർ ഇവർക്ക് നേരെ ലൈംഗിക അതിക്രമണത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ മുളകിലെ നടി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഹേമ കമ്മിറ്റിക്ക് ശേഷം അടുത്തൊരു പരാതി ഇതിൻ്റെ പേരിൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നിരപരാധികളാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ കമൻസ് വരുന്നുണ്ട്. കുറേ പേര് ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഇവരെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കേസ് കൊടുത്തതാണെന്ന്, ഇവരങ്ങനെപ്പെട്ടവരല്ല എന്ന രീതിക്ക് കുറേ കമൻറ്റ് ബോക്സിലൂടെ വരുന്നുണ്ട്, മറിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ പ്രേക്ഷകർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ്. ഇവർ രണ്ടുപേരും നിരപരാധികളാണ്, അതൊരു ഫേക്ക് പരാതി ആവണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരല്ല. അതിനുവേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അവരാണ് അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടത്. ഇതിനു മുമ്പ് കുറേ ഫേക്ക് പരാതികൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിവിൻ പോളിക്കെതിരായിട്ട് വന്നൊരു പരാതി. അന്ന് രാത്രി തന്നെ നിവിൻ പോളി പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് കൊണ്ട് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം നിവിൻ പോളി കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫേക്ക് പരാതികളും ഒരുപാട് വരുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഇതിൽ മുതലെടുക്കുന്നവരും കുറേ പേരുണ്ട്. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഇവരും ബിജു സോപാനും ശ്രീകുമാറും നിരപരാധികൾ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടത് പോലീസാണ്. അവരന്വേഷിച്ചിട്ട് വേണം ആര് എന്താണ് കാര്യമെന്നൊക്കെ പറയേണ്ടത്. പിന്നെ ഇതിൽ നമുക്ക് പേഴ്സണലായിട്ട് പറയാനെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു ന്യൂസിലൊക്കെ പറയേണ്ടിയിരുന്നത്. പരാതി നൽകിയ ഉടൻ തന്നെ ഇവർക്കെതിരെ ലൈംഗിക അതിക്രമണത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുകൊണ്ട് പരാതിയിൽ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ സഹിതം പേരൊക്കെ ഇട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പരാതിക്കാരിയുടെ പേരോ ഫോട്ടോ ഒന്നും തന്നെ ഒരു ന്യൂസ് ചാനലിലും വന്നിട്ടില്ല. നമുക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ജനങ്ങളെ ഒരു തീരുമാനത്തിലെത്താൻ. ഇപ്പോൾ കുറേ ഓഡിയൻസ് ഇവർ രണ്ടുപേരും ഇത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. ഇവർ നിരപരാധികളാണോ അല്ലയോ എന്നൊക്കെ തെളിയാനായിട്ട് അവരുടെ ആ ഒരു റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.